കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിൽ പന്തൽ കെട്ടി സമരം തുടരുന്ന SFIക്ക് പിന്തുണ നൽകി പോലീസ്. സമരപന്തൽ പൊളിച്ചു മാറ്റാൻ പോലീസിനോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഒച്ചിഴയും വേഗത്തിലാണ്. സർവകലാശാല പ്രവർത്തനത്തെ അടക്കം സമരം ബാധിച്ചിട്ടും പോലീസ് നടപടിയില്ല. ശാലിനി ചേരുന്ന വിവരങ്ങളുമായി. ശാലിനി, എന്തുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാൻ മടിക്കുന്നത്, വൈകുന്നത്? വീണ, യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളോ VC സ്വീകരിക്കുന്നില്ല എന്നുള്ളതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് SFIയുടെ ഇത്തരത്തിലൊരു കുടിൽ കെട്ടി അല്ലെങ്കിൽ സമരപന്തൽ തന്നെ കെട്ടി യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനുള്ളിൽ പ്രതിഷേധ സമരം നടത്തുന്നത്. ദിവസങ്ങളായി പ്രതിഷേധ സമരം അവിടെ തുടരുകയും ചെയ്യുകയാണ്. VC അടക്കമുള്ളവർ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകി പരാതി രൂപേണ പോലീസിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമരം യൂണിവേഴ്സിറ്റിക്ക് പുറത്തേക്ക്, അതായത് ക്യാമ്പസ് വളപ്പിന് പുറത്തേക്ക് ആക്കണമെന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ സർവകലാശാല VC കൂടിയായിട്ടുള്ള ഡോക്ടർ മോഹൻ കുന്നുമേൽ ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ പോലീസ് ഒരു രീതിയിലും ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇത്തരത്തിലൊരു സമരം ABVPയോ മറ്റോ നടത്തുകയാണെങ്കിൽ പോലീസ് അവിടെ എത്തി അതിനെ അടിച്ചമർത്തി അല്ലെങ്കിൽ ആ സമരം അവസാനിപ്പിക്കുകയോ സമരപന്തൽ പൊളിച്ചു നീക്കുകയുള്ള നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുകയും ചെയ്യുക. പക്ഷേ ഇവിടെ അതല്ല സ്വീകരിക്കുന്നത്. SFIക്ക് വേണ്ട എല്ലാ രീതിയിലുമുള്ള ഒത്താശ CPM നൽകുന്നു, ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിലൊരു മറ്റൊരു വസ്തുത എന്നുള്ളത് സംഘർഷം ഒഴിവാക്കാൻ പോലീസ് തന്നെ ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ VCക്ക് നൽകിയിരിക്കുകയാണ്. സംഘർഷ സാധ്യത ഒഴിവാക്കാനായി VC ക്യാമ്പസിനുള്ളിലേക്ക് വരരുത് എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്നുള്ളതാണ് മറ്റൊരു മറുന്യായം. അതായത് സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധ സമരം നടത്തുന്ന SFI ആഗ്രഹിക്കുന്നതിന് സമാനമായ രീതിയിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് VC യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് എത്തരുത്, യൂണിവേഴ്സിറ്റിക്കുള്ളിൽ എത്തിയാൽ VCയെ തടയും എന്നുള്ളതാണ് SFIയുടെ ആഹ്വാനം. ആ ആഹ്വാനത്തിന്റെ പേരിലാണ് അവിടെ ഈ പ്രതിഷേധ സമരവും നടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു SFIയുടെയും KSUവിന്റെയും ഒക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായിരുന്നു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലമടക്കം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ VC സ്റ്റേ അടക്കം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ കേസ് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിൽ അടക്കം എത്തിയ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും സമരം അടക്കമുള്ള കാര്യങ്ങളും നിലവിൽ കോടതിയെ അറിയിച്ചൊരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ VCയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നിരിക്കെയാണ് ഇത്തരത്തിൽ മുടന്തൻ ന്യായവുമായി SFIയോട് സമരം നടത്തുന്നത്. ആ സമരത്തിന് പൂർണ്ണ പിന്തുണ പോലീസും നൽകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടക്കം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും VCക്കെതിരായിട്ടുള്ള പ്രസ്താവനകളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ VC കടുത്ത നിലപാടിൽ തന്നെയാണ്. ഒരു രീതിയിലും വിട്ടുവീഴ്ചയ്ക്കില്ല, സമരത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിലും VC ഡോക്ടർ മോഹൻ കുന്നുമേൽ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാലും ഇന്നടക്കം യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹം എത്തുകയാണെങ്കിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടി ഇനി കോടതി കൂടി സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിലാണ് SFI ഇത്തരത്തിൽ പന്തൽ കെട്ടി സമരം. പക്ഷേ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കാണാൻ കഴിയുന്ന കാഴ്ചയുമാണ്.